ഒരു ഫിലിമിലൊക്കെ നമ്മുടെ മലയാള ഫിലിമിലൊക്കെ അഭിനയിച്ചൊരു മീനാണ് ഞാൻ കാണിച്ചു തരാം. Like 6,000 dirhams. 6,000 Dirhams. 6,000 Dirhams. ഓ 1,20,000 രൂപയുടെ മുതലാണ് കേട്ടോ കണ്ടത്. 1,20,000 രൂപയുടെ മുതൽ. The most expensive for Girl, how much is? that's like 10,000 dirhams. ഓ 10,000. So it's around 2 lakhs. 2 lakhs 2 ലക്ഷം രൂപയുടെ സാധനമാണ് കേട്ടോ ഇരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്ന പറയാ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഫിഷിനെ ഇഷ്ടപ്പെടുന്നത്, അതായത് അലങ്കാര മത്സ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലുണ്ട്, നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അവർക്കുള്ളതാണ് കേട്ടോ. ഇന്ന് ഞാനുള്ളത് ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിലെ ഒരു സീ അക്വേറിയം ഷോപ്പിലാണ് കേട്ടോ. നമ്മുടെ കടലിലുള്ള ഫിഷുകളല്ലേ, ആ ഒരു ഷോപ്പിലാണ് കേട്ടോ. ഞാൻ അകത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നല്ല രസമായിട്ടാണ് മീനെ വളർത്തുന്നത്. വെറൈറ്റി ഒരുപാട് മീനുകളുണ്ട്, കാണിച്ചത് എന്തൊക്കെയാണ്. നമ്മൾ കടയ്ക്കകത്തോട്ട് കയറാൻ പോവാണ്. ഓ മൈ ഗോഡ്, കണ്ടല്ലോ, ഇതാണ് ഞാൻ ഇവിടുന്ന് തൊട്ട് ഞാൻ മീനുകളെ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അക്വേറിയത്തിനകത്തെ കാഴ്ചകൾ നമ്മൾ അകത്ത് കാണുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണുന്നത്. ഇവിടെ എല്ലാം മീനുകളുണ്ട് കേട്ടോ. ഈ മീനെ നിങ്ങൾക്കറിയായിരിക്കും, ഇതപ്പുറത്ത് നല്ല രീതിയിൽ കിടപ്പുണ്ട് കേട്ടോ. ഇത് ഒരു ഫിലിമിലൊക്കെ നമ്മുടെ മലയാള ഫിലിമിലൊക്കെ അഭിനയിച്ചൊരു മീനാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേറെ ഇപ്പുറത്ത് തന്നെ നമ്മുടെ നാട്ടിലെ മീനുകൾ ടെട്ര ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ വില ഇവിടെ കൊടുത്തിട്ടില്ല. വില ടെട്ര US അത് കൊടുത്തിട്ടുണ്ട്. വേറെ ഇവിടെ തന്നെ ഇതിൻ്റെയൊക്കെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. ഓ മൈ ഗോഡ്, അടിപൊളി. ഒരു പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടൊക്കെ പോയിക്കാണെങ്കിൽ അങ്ങോട്ടൊക്കെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, വേണ്ട നമ്മുടെ താരമുണ്ട്. ഇതൊക്കെ മറ്റേ പവിഴപ്പുറ്റുകളില്ലേ, ആ ഒരു രീതിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മറ്റേ പവിഴപ്പുറ്റ് ആ സംഭവം തന്നെ. ഓക്കെ, ഞാൻ ട്രൈപ്പോഡ് എടുത്ത് ഇതിനകത്ത് വയ്ക്കാം. ഓ മൈ ഗോഡ്, കണ്ട ടെട്രയുണ്ട്. ഇതൊക്കെ നാച്ചുറലായിട്ട് അടിപൊളിയായിട്ട് ആക്കി വെച്ചിരിക്കുന്ന അക്വേറിയമാണ് കേട്ടോ. പക്ക നാച്ചുറലായിട്ട് ആക്കി വെച്ചിരിക്കുന്ന അക്വേറിയങ്ങൾ ഉണ്ട്. ഇത് നമ്മുടെ നിയോൺ ടെട്രയാണ് കേട്ടോ. നിയോൺ ടെട്രയുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ സാധാ കിട്ടുന്ന അക്വേറിയം മീനുകളും ഉണ്ട്, അതുമല്ലാതെ ഹൈബ്രിഡ് ആയിട്ടുള്ള നമ്മുടെ കടലിലുള്ള സാധനങ്ങളും ഉണ്ട്. അങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇവിടെ എല്ലാം കണ്ടു പോവാണ് കേട്ടോ. ഓക്കെ, മൈ ഗോഡ്, ഇതിൻ്റെയൊക്കെ പേര് എനിക്ക് എല്ലാത്തിൻ്റെ അറിയത്തില്ല കേട്ടോ. ഇത് നമ്മുടെ ഏഞ്ചൽ ഫിഷിൻ്റെ സെയിമാണ്, ഏഞ്ചൽ ഫിഷാണിത്, ഏഞ്ചൽ ഫിഷാനാണ്. ഓക്കെ, ഇതോണക്ക് ഇവിടെ ഇതിൻ്റെ പേരെന്തായിരുന്നു, ഞാൻ മറന്നുപോയി. നമ്മുടെ നാട്ടിൽ ആറ്റി കാണുന്ന മീനില്ലേ, അതിൻ്റെ കൂട്ട് തന്നെ ഉണ്ടല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഗോൾഡ് ഫിഷ് ഉണ്ട്. മലയാളികളുടെ ഫേവറേറ്റ് ഗോൾഡ് ഫിഷ്. മലയാളി അല്ല, ഒരുമാതിരി മീനുകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു അലങ്കാര മത്സ്യമാണ് കേട്ടോ ഗോൾഡ് ഫിഷ്. എന്നും മാർക്കറ്റുള്ളൊരു ഫിഷാണ് ഗോൾഡ് ഫിഷ്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ടെട്ര കിടപ്പുണ്ട്. മേളിൽ കുറേ ഫ്ലവേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓ മൈ ഗോഡ്, ഇത് കറക്റ്റ് പവിഴപ്പുറ്റുകൾ തന്നെ. അങ്ങനെ അടിപൊളി മീനുകളുണ്ട് കേട്ടോ. അടിപൊളി നല്ല രസമുള്ള മീനുകളുണ്ട്. മൈ ഗോഡ്, ഇതിന് പേര് അറിഞ്ഞൂടാ. ഓ ഷിറ്റ്, ഓ മൈ ഗോഡ്. എനിക്കൊക്കെ ഇങ്ങനെയൊക്കെ കയറി സെറ്റാക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ അറിയത്തില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ഇത് കണ്ടോ, ഇതൊക്കെ തീർച്ചയായും കൊടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് കടലിൽ ജീവിക്കുന്ന ഫിഷുകളാണ്. ഒരിക്കലും അല്ലാത്ത രീതിയിൽ നമുക്ക് ഇതിനെ വളർത്താൻ പറ്റത്തില്ല. ഇതെല്ലാം പവിഴപ്പുറ്റുകളാണ് കേട്ടോ. എന്ത് രസമാണ് ഇത്. ഇതിൻ്റെ ഇങ്ങനെ വളർത്തുന്നതുകൊണ്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഫുഡും ഇതാണ് കേട്ടോ. നമ്മളിപ്പം ഗപ്പി വളർത്തിയവർക്കറിയാം, മൊയിനയൊക്കെ ഇല്ലേ, മൊയിന പോണക്ക് ഈ ചില ഇതുകൊണ്ടും ഇത് തന്നെ ഇവിടെ എടുത്തിരിപ്പുണ്ട്.
ഓക്കെ, നമ്മുടെ താരമുണ്ട്. താരം ഇത് ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇത് മാത്രമായിട്ട് ഇട്ടേക്കുന്നത് ഇവിടെ കാണാം കേട്ടോ. അതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട്. ഓക്കെ, ഓ വെറൈറ്റി മീനുണ്ട്. ഇതിന്റെ പേര് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഓക്കെ ഓക്കെ, ഇതിന്റെ പേര് ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് പേര് കാണാതെ അറിയത്തില്ല. Oh my God. ഒരുത്തനോട് ഒളിച്ചിരിക്കുന്നുണ്ടാ, അവന് കിട്ടുന്നില്ല. അതുകൊണ്ട് അതിന്റെ ഇടയിൽ ഒരുത്ത ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. നല്ല രസമുള്ളത്. എന്നെ പോണക്ക് മീനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞോണ്ടല്ലോ, അവളിങ്ങനെ അന്തം വിട്ടിട്ട് നോക്കി നോക്കി. എനിക്ക് എൻ്റെ മൈൻഡ് ഇപ്പൊ നല്ല ഫ്രീ ആയി. കാരണം എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം കാണുമ്പോൾ ഞാൻ ഇത്ര ചിരിച്ച് എക്സൈറ്റഡ് ആയിട്ട് വീഡിയോ എടുക്കുന്ന എപ്പോഴും കണ്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു പാഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അത് നമ്മളിന്ന് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ മാറ്റിക്കളയും. നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, ഒരു പ്രത്യേക എനർജി, പ്രത്യേക സന്തോഷമൊക്കെ വരും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചെയ്യുമ്പോഴും. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ കഴിവുകളൊന്നുമില്ല. എനിക്ക് ആകെ പറ്റുന്ന കൊള്ളാന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെ ഫോണും പിടിച്ച് വീഡിയോ എടുക്കുക, പിന്നെ വണ്ടി ഓടിക്കുക, അങ്ങനെയൊക്കെയുള്ളു. ബാക്കിയൊന്നിനും എന്നെ വലുതായിട്ടല്ല കൊള്ളത്തേ ഇല്ല. ഒരു കാര്യത്തിനും കൊള്ളത്തില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ ഒരു കാര്യമാണ് ഈ മീനെ വളർത്തുന്നത്. കാരണം അതൊക്കെ എനിക്ക് തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. ഞാൻ എന്തുമാത്രം അതിന് എത്ര എൻജോയ് ചെയ്ത് കാണണം. ഞാൻ ആദ്യമായിട്ടൊക്കെ ഫൈറ്റർ ഫിഷിനെയൊക്കെ ബ്രീഡൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 100-300 കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ കിടപ്പുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പൊ അത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. ഓ മൈ ഗോഡ്, അത്ര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കറക്റ്റ് നല്ല രസമാണ് കേട്ടോ. ഇവിടെ ആണെങ്കിലും അതിൻ്റെയൊക്കെ ചെറിയ മീനുകളുണ്ട്. ഇതിങ്ങനെ മിന്നി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കണ്ട, ഇതിൻ്റെ അടിയിൽ ഒരുപാട് മീനുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേളിൽ നമ്മുടെ താരങ്ങളെല്ലാം ഉണ്ട്. ഇവരുടെ ഏരിയ ആണ് കേട്ടോ. ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഹലോ, എന്താണ് പേര്? ഞാൻ കേരള, ഇന്ത്യ, വേറെ ബാംഗ്ലൂർ. ഓക്കെ, അങ്ങനെ ഇവിടെയും കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ സിമ്പ് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ബ്രോ, വാട്ട്സ് ദ നെയിം? So, വാട്ട്സ് ദിസ് നെയിം? ഇറ്റ്സ് എ shrimp? yeah, it's a shrimp. It's a skun cleaner shrimp. Oh, It how cleans much is? usually the corals and the fish, parasites, everything. Okay. How much is? Usually it's like $80. 18 dirhams. Okay. Yeah, crowd fish. This is? Clownfish, this is the normal variety. Yeah. This is the normal pokla. Yeah. So this is going to cost you 80 dirhams for each. 18 dirhams for each. Okay, it's a big size. All the price doesn't matter. Same All prices same for price. big and small. Okay. It's a sea water. Yeah, salt water. Salt water. Yeah, what's the food? Moina, Artema, Sorry, which food is take? we give mices, we give frozen and pellets both. Pellets So both. pellets usually like seaweeds and this stuff. Depending on the fish, we give food. Okay. Okay, it's a variety fishes. Is Yeah, this? we get many varieties. Some are reef safe, some are not reef safe. Ah, So depending on that. okay. Oh my God. നമ്മുടെ ക്രൗൺ ഫിഷിന് 80 dirhams എന്ന് പറഞ്ഞത്. 80 dirhams എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ 2000 രൂപയോളം വരും. 2000 രൂപയോളം നമ്മുടെ ഇതിന് വരും, ഈ ഫിഷിന്, ക്രൗൺ ഫിഷിന് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇതിന് 60 എല്ലാം വരുന്നുണ്ട് കേട്ടോ. നല്ല റേറ്റ് ആണ്. 2000 രൂപയ്ക്കാണ് ഒരു ഫിഷ്. ഇറ്റ്സ് സ്പെയർ സിംഗിൾ പീസ്. സിംഗിൾ പീസ് 80 dirhams ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്, what's the name? What's the this lips? The yellow one? Yes, It's fox face. fox fish. Yeah. It's how much? That's like 200 dirhams. 200 dirhams. Yeah. 200 dirhams എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 4000 രൂപയാണ്. സിംഗിൾ പീസ് ഒക്കെ
Single. Single piece. Everything you see, it's single. Single piece. Not on the fishes. It depends on variety. Yes. These types, Yeah. each fish is like 6,000 dirhams. 6,000. Dirham. 6,000. Dirhams. Oh, So that's like India's around 1 lakh 20. yes. So depending on the fish and Yes. variety, it goes the price. Yes. 1,20,000 രൂപ 1,00,000 6,000 1,20,000 രൂപയുടെ മുതലാണ് കേട്ടോ എൻ്റെ ഇത്. 1,20,000 രൂപയുടെ മുതൽ. ഓ നമ്മുടെ നാട്ടിലെ അരോണ This one 7,000. അരോണയും കാട്ടിലും വില അരോണ No, Fish. that is Arwana fish is completely fresh water. This is salt water. Ah, What yes. you're saying. how much is Arona fish there? Arwana fish usually it starts from grades. The silver ones like 100, 130 dirhams. Ah, It's 150. still 7,000, 10,000, depends on grades. ഓക്കെ 1,20,000 രൂപയുടെ മീനാണ് കേട്ടോ, എല്ലാവരും ഒന്ന് കണ്ടോ. This is This is 7,000 dirhams. The yellow you see here. 7,000. The yellow. അപ്പൊ അത് എ എലോൺ ദിസ് എലോൺ എ എലോൺ. Yeah, yellow. ഇതിപ്പം That's called yellow tang. 1,40,000 രൂപയോളം വരും. ഇതെന്റെ ക്രൗൺ ഫിഷിന്റെ ബ്ലാക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ക്രൗൺ ഫിഷിന്റെ ബ്ലാക്ക് ഉണ്ട്. ദിസ് ബിഗ് വൺ, വാട്ട് ഇസ് ദ ബിഗ് വൺ? That's called emperor angel. എംബർ റേഞ്ച്. യെസ്. ഇറ്റ്സ് ഹൗ മച്ച് ദിസ് റേറ്റ്? Usually the price is around 2,000 dirhams, but right now it's not for sale. Whatever you see here, it's under quarantine. We don't sell it directly, so we quarantine the fish and we sell. How much days is quarantine? Usually it's like 2 or 3 weeks. 3 weeks. Yeah. Okay. Where are you this come? From different the things. This one from Hawaii, Hawaii. and this one from US, the one I showed to you before. Okay. And these types, Philippines, Indonesia, so different places. Prices. Which is the biggest price fish is there? Right now is this 7,000 dirhams. Okay. ഇവിടുത്തെ ഏറ്റവും വിലയുള്ള ഫിഷാണ് കേട്ടോ, ഏറ്റവും വിലയുള്ള ഫിഷ്. അതായത് 1,40,000, 1,40,000 1,50,000 വരും. നിങ്ങൾ 7,000 into 22 ഇട്ട് നോക്കിയാൽ മതി. ഓ മൈ ഗോഡ്, 1,00,000 രൂപയോളം വരും. എനിക്കറിഞ്ഞൂടാ എങ്ങനെ ഞാൻ കണ്ടിട്ടേ കാണും. എന്തായാലും എനിക്ക് ഇത്രയുള്ള മീനുകളോടും താല്പര്യമില്ല, ബട്ട് എനിക്ക് ഈ ഒരു മുതലിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക്, ലാസ്റ്റിൽ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, നല്ല രീതിയിൽ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് സെയിലായിപ്പോയി കാണും. എനിവേ അടിപൊളി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫിഷിനെ. ഫിനിഷ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Oh guys, You need to weave it from here. okay. Only if you put the glasses, you can see the colors of the coral. Okay. You can see the colors now. Yes. Yeah, this പുള്ളി is പറഞ്ഞ ഈ ഗ്ലാസ് വെച്ചിട്ട് ഇത് നോക്കണം, നമുക്ക് കറക്റ്റ് കളർ കാണാം കേട്ടോ. നമുക്ക് വേറെ കളർ കാണാം കേട്ടോ. Oh my god. You can have the turn the camera and put the glasses. ഞാൻ inside, ഇതിനകത്ത് so വെച്ചിട്ട് that കാണിക്കാം you കേട്ടോ. have the color. കളർ വ്യത്യാസമുണ്ട്. ഇത്രയല്ല നമ്മൾ ഇതിൽ കാണുന്നതിൻ്റെ കൂട്ടല്ല, കണ്ണാടിയിൽ നമ്മൾ ക്യാമറയിൽ കാണുന്നതിൻ്റെ കൂട്ടല്ല, നല്ല കളർ വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ വന്നിച്ചിട്ട് നോക്കാം. കണ്ടാ? ഓക്കെ, ഇത് കണ്ടോ, ആ ഗ്ലാസ് വെച്ചപ്പോൾ ഉള്ള കളർ വ്യത്യാസം കണ്ടോ? നമ്മൾ കണ്ണിൽ കൂടെ കാണുമ്പോഴത്തേക്ക് ഇതിൽ രസമാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് കാണിക്കാം. So only for corals. Only for this. Okay. അപ്പോൾ ഇതിൽ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. നമുക്ക് ഫോണിൽ ഓ മൈ ഗാഡ്, സൂപ്പർ. This is the most expensive coral. Girl, how much is? That's like 10,000 dirhams. Oh, 10,000. So it's around 2 lakhs.
2 lakhs, 2 ലക്ഷം രൂപയുടെ സാധനമാണ് കേട്ടോ ഇരിക്കുന്നത്. എൻ്റെ മോനെ, എൻ്റെ മോനെ, വെരി എക്സ്പെൻസീവ്. നമ്മളോട് പറ്റൂലതാണ്. 2 ലക്ഷം രൂപയുടെ സാധനം. ഓ മൈ ഗോഡ്. ഇതൊക്കെയാണ് താങ്ക് യു ബ്രോ. ഇതൊക്കെയാണ് അപ്പോൾ ഇതിൽ വെക്കണം. അപ്പോൾ എല്ലാം കണ്ടല്ലോ ഗൈസ്. ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യുന്നതേ ഇല്ല. ഫിഷിനെ ഇഷ്ടപ്പെടുന്നവരുടെ വീഡിയോ ആണിത്. ഒരു മാസം അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഞാൻ മൊത്തത്തിലൊന്ന് കാണിക്കാം. ഇനി അവിടെയും കുറച്ച് മീനുകളുണ്ട് കേട്ടോ, ഇവിടെയും കുറച്ച് മീനുകളുണ്ട്. Oh my god, oh my god, oh my god. It's amazing. എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനകത്തെ സാധനം ഇത് കണ്ട, ഈ മഞ്ഞ ഉണ്ടോ, ഇതിന് 2 ലക്ഷം രൂപയാണ് നമ്മുടെ നാട്ടിൽ. 2 ലക്ഷം, 2 ലക്ഷത്തി 2,20,000 രൂപയോളം വരും. ഓ മൈ ഗാഡ്. അയ്യോ, ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. ഇത് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഈ കടയുള്ളത്, ഈ ഷോപ്പുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പം കണ്ടല്ലോ, അതുപോലെ തന്നെ ഒരുപാട് ഫുഡും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് മീനുകൾ ഇപ്പോൾ ഉണ്ട്, അക്വേറിയം ഉണ്ട്, ഫുഡുകളുണ്ട്. ഇറ്റ്സ് നൈസ്. ഫിഷ് വളർത്തുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ഞാൻ കാണിക്കാൻ മറന്നുപോയി. ആർട്ടീമിയ ഹാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ആർട്ടീമിയ ഇതിൽ ഹാച്ച് ചെയ്യുന്നുണ്ട്. ഫിഷ് ഇതൊക്കെ ഞാനൊക്കെ ഇതൊക്കെ ചെയ്ത് എനിക്ക് പറഞ്ഞു തീർക്കണത് അറിയത്തില്ല. ഈ സാധനമൊക്കെ കാണുമ്പോൾ ഇത്രയും നമ്മുടെയൊക്കെ ഒരു സംഭവം ഇത്രയും വലുതാവും. ബൈ.